കേരളത്തിലൊരു നേഴ്സസിൻ്റെ ഒരു യൂണിയനാണ് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. നിങ്ങൾ ഇവരുടെ ഇടക്കാലത്തുള്ള ചില പ്രവർത്തനങ്ങൾ നോക്കുക. നേഴ്സസിനെ പരിപോഷിക്കാൻ വേണ്ടിയും അവരുടെ സാലറിയിൽ ഹൈക്കിന് വേണ്ടിയും ഗവൺമെൻറ് അതിൻ്റെ പേ സ്കെയില് പ്രൈവറ്റ് ആശുപത്രികൾ കൂട്ടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് വന്ന സംഭവം, അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, കേരളത്തിലെ ഒരു മൈനോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പറയുന്ന യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. ഇതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ജാസ്മിൻ ഷാ ഒരു ഭൂലോക ഉഡായിപ്പും ഭൂലോക കള്ളനും കൂടാണ്. ഏകദേശം 3-3.5 കോടി രൂപയോളം പണം വെട്ടിച്ചിട്ട് അതിൻ്റെ പേരിൽ പിടികിട്ടാപ്പുള്ളിയായി നടന്ന ഒരുത്തൻ കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന ആശുപത്രികളെ മനഃപൂർവ്വം അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന പല ക്രിസ്ത്യൻ പേരുകളൊക്കെ ഉൾപ്പെടെ ഇതെല്ലാം തട്ടിക്കൂട്ടിയെടുത്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. നമ്മൾ ജൂബിലി ആശുപത്രി പോലെ ഓരോന്നും എടുത്തു നോക്കും. ഏകദേശം 100ഓളം ഹോസ്പിറ്റലുകൾ ഇവർ സ്ഥിരമായിട്ട് ആ ഹോസ്പിറ്റൽ അടച്ച് നശിപ്പിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പ്രയത്നമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ക്രൈസ്തവ പേരുള്ള പല ആൾക്കാർ. കാരണം അവർക്കൊക്കെ പണം കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തു വരുന്നത്. ഒരാളെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് പുറത്താക്കിയാൽ അറിയാം, നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നേഴ്സസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ സാമ്പത്തിക പ്രശ്നം മാറ്റിയെടുത്തതിൽ സുപ്രധാനമായി പങ്ക് വഹിച്ചത് ഈ നേഴ്സിംഗ് പ്രൊഫഷനാണ്. അതുമല്ല, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഗ്ലോബലായിട്ട്, അതായത് അമേരിക്കയിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും പല സൈനികർ ഇഞ്ചുവേർഡായി. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരെ നോക്കാൻ വേണ്ടി കേരളത്തിലെ കാത്തലിക്സ് അച്ഛന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തും ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് ബേസിക്കലി ഇങ്ങനൊരു ആവശ്യമുണ്ട്. അങ്ങനെ കേരളത്തിലെ പല വീടുകളിൽ പള്ളിക്കൂടം ശൈലിയിൽ ആ പള്ളിയിൽ നിന്നാണ് ഈ പെൺകുട്ടികളെ അതേ നേഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പല രാജ്യങ്ങളിലും ആദ്യം ഇത് നേഴ്സിംഗ് പ്രൊഫഷനായിട്ടില്ല, സഹായം എന്നുള്ള രീതിയിലാണ് പോയത്. പിന്നീടാണ് ഇത് നേഴ്സിംഗ് പ്രൊഫഷനായിട്ട് ഗ്ലോബലായിട്ട് ഇത് മാറിയത്. അപ്പം ഇത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടും കാത്തലിക് സഭയായിട്ട് ബന്ധപ്പെട്ടും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ടും ഒരു മലയാളിക്ക് പോലും ഒരു ക്രിസ്ത്യാനിക്ക് പോലും ഇതിനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ലൈഫ് മുഴുവനും മാറ്റിയത് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും പള്ളിക്കൂടും കാത്തലിക്സുമാണ്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി മനഃപൂർവ്വം സമരമുണ്ടാക്കി ബഹളമുണ്ടാക്കി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, നിങ്ങൾക്കറിയാം ആരാണ് ഈ ജാസ്മിൻ ഷായുടെ പുറകിലുള്ളവർ. ശരിക്കും പണം വാങ്ങിയിട്ട് ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ നശിപ്പിക്കുക, ഇതിനെ നാട് കടത്തുക. ഇതിൻ്റെ ലക്ഷ്യമാണ്. കേരളത്തിലെ കാത്തലിക്സുകാരും നിങ്ങൾ ഓരോ കാരണത്താലും ഈ മുസ്ലിം ന്യൂനപക്ഷവും മുസ്ലിം ലീഗിനെയൊക്കെ പിന്താങ്ങുമ്പോൾ ഇവിടുത്തെ സുഡാപ്പികളെ പിന്താങ്ങി നിങ്ങളും മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്കെതിരെയുള്ള വാളാണ്. അന്ന് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പം അന്ന് അയാളെ എതിർത്ത കാത്തലിക് മാനേജ്മെൻറ്റുകൾ പഠിച്ചോണം, അവസാനം ഇത് നിങ്ങൾക്കെതിരെ തിരിയുമെന്ന്. അവസാനം കേരളത്തിലെ കാത്തലിക്സ് മാനേജ്മെൻറ്റ് നടത്തുന്ന പല ആശുപത്രികൾക്കെതിരെയും മെഡിക്കൽ കോളേജിനെതിരെയും എന്തുകൊണ്ടാണ് ഇത്രയും ഗൂഢാലോചന നടത്തിയിട്ട് അവിടെ ജോലി ചെയ്യുന്ന 1-2 ക്രിസ്ത്യാനികളുടെ പേരും പിടിച്ചിട്ട് ഈ യുണൈറ്റഡ് നേഴ്സസിലെ ചില ആൾക്കാർ, ചില ക്രൈസ്തവരുടെ പേരുകളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് കേരളത്തിലാകമാനം ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ ഒരു കലാപം നടക്കുകയാണ്. കലാപം എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇഷ്ടം പോലെ പണമുണ്ട്. അല്ലെങ്കിൽ 3-3.5 കോടിയുടെയൊക്കെ ഈ വെട്ടിപ്പ് നടത്താൻ വേണ്ടി ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ ഭൂലോക ഉഡായിപ്പ് കള്ളൻ, അവൻ്റെ ഇവിടുന്ന് ഇത്രയും പണം ആലോചിച്ച് നോക്കുക. ഇവിടുന്ന് ഇത്രയും പണം കിട്ടിയിരിക്കുന്നത്, അതായത് വിദേശങ്ങളിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ചിട്ടാണ് ഇവന്മാർ ഈ മുഴുവൻ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അപ്പം അതിന് കേരളത്തിലെ പല ക്രൈസ്തവരും ഈ പറയുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ അടപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ പോലും മറന്നുപോയി അവരുടെ പേരൻസ് ആണെങ്കിലും അവരുടെ ഒന്നാമത്തെ 2ാമത്തെ തലമുറയാണെങ്കിലും ഇവരൊക്കെ രക്ഷപ്പെട്ടത് പഠിച്ചതും സാമ്പത്തികമായിട്ട് വളർന്നതും എല്ലാം തന്നെ ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ കൂടെയും കോളേജിൽ കൂടെയും ആശുപത്രിയിൽ കൂടെയാണ് നിങ്ങൾക്ക് ലോകത്ത് പലയിടത്തും ജോലി കിട്ടിയത്. അപ്പോൾ അവർക്കെതിരെ ഈ പറയുന്ന ചില
ഭീകരപ്രവർത്തകരുമായിട്ട് ബന്ധമുള്ള ഒരു ഗ്രൂപ്പിനെ അവർ കൂടെ ചേർന്നിട്ട് ഇതേപോലെയുള്ള മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ തകർക്കുവാൻ ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും അക്സെപ്റ്റബിൾ അല്ല. ഇതിനെതിരെ കേരളത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് അണിനിരക്കണം. ഈ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ മാഫിയ ഇൻ്റർനാഷണൽ റാക്കറ്റാണ്. അതിനെതിരെ ശക്തമായ അന്വേഷണം വരണം. ഈ സാധനത്തെ പിരിച്ചു വിടണം. ഇവരെ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ പോലും ഒരു ആശുപത്രിയിലോ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അത് കെയറിലോ നേഴ്സിംഗ് കെയറിലോ ഇവരെ വെക്കരുത്. കൃത്യമായിട്ടൊക്കെ പറഞ്ഞേക്കണം. അതുമായിട്ട് ബന്ധമുള്ളവരെ മുന്നോട്ട് പോകാൻ നിങ്ങൾ അടുപ്പിക്കരുത്. അതേപോലെ തന്നെ ആശുപത്രികളിൽ നിങ്ങൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയ പേജിൽ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനുമായിട്ട് ബന്ധമുള്ളവർ അവരുടെ സാധനങ്ങളൊക്കെ അവരുടെ ഓരോ പ്രൊപ്പഗണ്ടയൊക്കെ ഇവർ ഷെയർ ചെയ്യുന്നവരുണ്ട്. അവരെ പോലും ആശുപത്രികളിൽ നിന്ന് ഒഴിവാക്കുക. കാരണം നിങ്ങൾ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് ഒതുങ്ങുകയുള്ളൂ. കാരണം ഇതിൽ വലിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. കാരണം ഞാൻ ഈ പാലാ മെഡിസിറ്റിയുമായിട്ട് നോക്കിയപ്പോഴും തൃശ്ശൂരെ ജൂബിലി മെമ്മോറിയൽ മെഡിക്കൽ കോളേജുമായിട്ട് നോക്കിയപ്പോഴും ഇതൊരു വലിയ ചതിവിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിൻ്റ് ഉണ്ട്, ഹിജാബിൻ്റെ ഇഷ്യൂ. കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നടന്ന ഹിജാബിൻ്റെ ഇഷ്യൂ കോളേജുകളിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലം വേണം. ഇത് ഡെലിബറേറ്റ് അറ്റംപ്റ്റാണ്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചേ മതിയാവത്തുള്ളൂ. കേരളത്തിൻ്റെ എഡ്യൂക്കേഷനും കേരളത്തിൻ്റെ ഹെൽത്തും മാറ്റിയെടുത്തത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്. അതിനെ തകർക്കാൻ വേണ്ടി ഗൂഢലക്ഷ്യവുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാവരും അണിനിരക്കണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റിലെ അച്ഛന്മാർ ഈ ആൾക്കാരുടെ അവിടെ ഈ പറയുന്ന ഈ ഭീകരപ്രവർത്തകരുമായിട്ട് ബന്ധമുള്ളവരുമായിട്ട് നിങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അവരുടെ ആൾക്കാരാകുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ആരെയാണ് ഒറ്റിക്കൊടുക്കുന്നത്. നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക, മാറ്റി നിർത്തേണ്ടവനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക. എന്നാൽ മാത്രമേ ഈ സംഭവങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കേണ്ടത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഗ്ലോബലായിട്ട് അറ്റാക്ക് നടക്കുകയാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെതിരെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ജർമ്മനിയാണെങ്കിലും ബ്രിട്ടനാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സംഭവം ഉണ്ടാകുന്നത്. ഇത് കേരളത്തിൽ ഈ രീതിയിലാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാധനത്തിൽ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ആണെങ്കിലും മറ്റുള്ള ഇതേപോലെ സംഘടനകളാണെങ്കിലും ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ തയ്യാറാകുക. ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നേഴ്സസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക. എന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക. അല്ലാതെ മുന്നോട്ട് പോകുക. കാരണം ഡെലിബറേറ്റായിട്ട് വൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാരണം ഞാനൊരു സീനിയറായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഓഫീസറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓരോ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. എന്താണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇവരുടെ ലക്ഷ്യം. അതായത് പല ആൾക്കാർ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പണം വാങ്ങി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ തകർക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള നേഴ്സസ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവരെയും ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അവർ പറഞ്ഞാൽ മനസ്സിലായില്ല എങ്കിൽ അവരെയും കട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇവന്മാരുമായിട്ട് ചർച്ചയ്ക്ക് പോകരുത്. ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം വേറെയാണ്. ആ ലക്ഷ്യത്തിലുള്ള നിങ്ങൾ ആദ്യം ചർച്ചയ്ക്ക് പോയാൽ പിന്നീടുണ്ടാകുന്ന മുഴുവനും പരാജയമായിരിക്കും. കാരണം വൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരും ഇതിൻ്റെ നേതാക്കളും പ്രവർത്തിക്കുന്നത്. കാരണം ഇവർക്ക് വല്ലാത്ത സപ്പോർട്ട് പല ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇതിനെപ്പറ്റി മിണ്ടത്തില്ല. കാരണം CPM മിണ്ടത്തില്ല, കോൺഗ്രസും മിണ്ടത്തില്ല. കാരണം മിണ്ടാത്തതിൻ്റെ കാരണം അവർക്കും ഇതിൻ്റെ അകത്തൊക്കെ നക്കാപ്പീച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗം, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെ പോലും കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെൻറ്റ് ഉള്ള ആശുപത്രിയാണെങ്കിലും നേഴ്സിംഗ് കെയർ ആണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും ഇവരെ ജോലിക്ക് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അടയ്ക്കുന്ന രീതിയിലോട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.